ഇനി നമുക്ക് ഈസി ആൻഡ് സിമ്പിൾ ഒരു റാപ്പ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് ഫില്ലിങ്സിനായിട്ടുള്ള ഒനിയനും ക്യാപ്സിക്കും ക്യാരറ്റും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഫില്ലിങ് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കാനായിട്ടുള്ളൊരു സോസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഗ്രീക്ക് യോഗേർട്ടും അതിനകത്തേക്ക് 2 അല്ലി വെളുത്തുള്ളി, കാശ്മീരി ചില്ലി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഓഫ് ഹണി, ദെൻ സോൾട്ട് ആൻഡ് പെപ്പർ, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർക്കണം. ഞാൻ ചേർക്കാൻ വിട്ടുപോയി. ദെൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോസ് റെഡിയായി. ഫില്ലിങ്ങിലേക്ക് 2 സോസേജും കൂടെ കട്ട് ചെയ്തിട്ട് വെന്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലയൊക്കെ ചേർത്തെടുത്ത് നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി. നമുക്ക് റാപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ടോർട്ടില്ല ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് സോസ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സും കൂടെ വെച്ച് കൊടുത്ത് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഫില്ലിങ്സിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഇതേപോലെ കുറച്ച് സോസ് തൂക്കി കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി ഒന്ന് റോൾ ചെയ്തെടുത്താൽ നമ്മുടെ റാപ്പ് ഇവിടെ റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.